ഈ പിക്ചറിൽ കാണുന്നത് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസിൻ്റെ ഒരു ക്രമീകരണമാണ്. ഒപ്പാരിൻ ഹാൽഡെയ്ൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അതിന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതാണ് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റിൽ അവരൊരു കണ്ടെയ്നറിനകത്ത് മീഥൈൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, അപ്പോൾ ഈ ഒരു 4 ഗ്യാസസിൻ്റെ പേരുകൾ നന്നായിട്ട് ഓർമ്മിക്കേണ്ടതാണ്. മീഥൈൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ. അപ്പോൾ ഇത് ഹൈ ഇലക്ട്രിക് വോൾട്ടിൽ ലൈറ്റ്നിങ് ഷോക്ക് കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നും ഓർഗാനിക് മോളിക്യൂള് സെപ്പറേറ്റ് ചെയ്തെടുത്ത എക്സ്പെരിമെൻ്റാണ് യൂറേ മില്ലർ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഈ പിക്ചറിൽ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്യാസിൻ്റെ പേരുകളാണ്. ഈ കാണുന്ന പിക്ചർ ഹോമലോഗസ് ഓർഗൻസിൻ്റെ പിക്ചറാണ്. 4 limbs ഓഫ് മാമൽസ് ആണ് പ്രധാനമായിട്ടും ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. സിമിലർ ഓർഗൻസ് ഡൂയിങ് ഡിസിമിലർ ഫങ്ഷൻസ്, ഇതാണ് ഹോമലോഗസ് ഓർഗൻസ്. അപ്പോൾ സ്ട്രക്ചറലി ദേ ആർ സിമിലർ, ഫങ്ഷണലി ദേ ആർ ഡിസിമിലർ. എക്സാമ്പിൾ 4 limbs ഓഫ് മാമൽസ്: മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ 4 limbs ഇൻറ്റേർണൽ സ്ട്രക്ചർ എല്ലാം സെയിം ആണ്, പക്ഷേ എക്സ്റ്റേണലി ദേ ആർ ഡൂയിങ് ഡിസിമിലർ ഫങ്ഷൻസ്. പ്ലാന്റ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കുക്കുർബിറ്റ. ഹിയർ തോണും ടെൻഡ്രിലും ദേ ആർ ഹാവിങ് സെയിം ഇൻറ്റേർണൽ സ്ട്രക്ചർ ബട്ട് ദേ ആർ ഫങ്ഷണലി ഡിസിമിലർ. This is an example for homologous organs, and homologous organs denote divergent evolution. This is the picture of adaptive radiation. Example marsupial radiation. In ആസ്ട്രേലിയയിലെ മാർസൂപ്പിയൽസിനുണ്ടായ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതും ഈ ആൻസിസ്റ്ററിൽ നിന്നും ഡിഫറൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിൽ പോയതിന് എല്ലാത്തിനും മാർസൂപ്പിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായി എന്നുള്ളതാണ് ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ആസ്ട്രേലിയൻ മാർസൂപ്പിയൽ റേഡിയേഷൻ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഡൈവേർജൻറ്റ് എവല്യൂഷൻ. നേരത്തെ കണ്ട പിക്ചറിൽ മാർസൂപ്പിയൽസിന് അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നതുപോലെ തന്നെ പ്ലാസൻ്റൽ മാമൽസിനും അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുകയുണ്ടായി. അപ്പോൾ ഇത് പ്ലാസൻ്റൽ മാമൽസിൻ്റെ അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു പിക്ചറാണ്. ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ആസ്ട്രേലിയൻ മാർസൂപ്പിയൽസിൻ്റെ ഒരു അഡാപ്റ്റീവ് റേഡിയേഷനാണ്. ബട്ട് നമ്മൾ ഈ പ്ലാസൻ്റൽ മാമൽസിൻ്റെയും ആസ്ട്രേലിയൻ മാമൽസിൻ്റെയും രണ്ടും നമ്മൾ ഒരുമിച്ച് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കൺവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ ആസ്ട്രേലിയൻ മാർസൂപ്പിയൽസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈവേർജൻ്റ് എവല്യൂഷൻ. പ്ലാസൻ്റൽ മാമൽസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈവേർജൻ്റ് എവല്യൂഷൻ. ബട്ട് നമ്മൾ ഇത് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിന് എക്സാമ്പിൾ ഫോർ കൺവേർജൻ്റ് എവല്യൂഷൻ. നാച്ചുറൽ സെലക്ഷൻ്റെ ഓപ്പറേഷൻ കാണിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ 3 രീതിയിൽ നാച്ചുറൽ സെലക്ഷൻ ഡിഫറൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ നടക്കാം. ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത ഒരു അൺചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണെങ്കിൽ ഈ 2 എക്സ്ട്രീം എൻഡ്സിൻ്റെയും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. ബട്ട് പീക്ക് ഗെറ്റ്സ് ഹയർ ആൻഡ് നാരോവർ. അപ്പോൾ നോർമലായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇനി രണ്ടാമത് നാച്ചർ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് എൻവയോൺമെൻറ്റ് മൂവ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറുള്ള ഇൻഡിവിജ്വൽസിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം എൻഡ്സിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും, പീക്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള നാച്ചുറൽ സെലക്ഷനെയാണ് നമ്മൾ ഡയറക്ഷണൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡയറക്ഷണൽ സെലക്ഷൻ, പീക്ക് ഷിഫ്റ്റ്സ് ഇൻ ഓൺ ഡയറക്ഷൻ. എൻവയോൺമെൻറ്റ് ഏത് സൈഡിലേക്കാണോ ഓർഗാനിസംസിനെ ഫേവർ ചെയ്യുന്നത് ആ സൈഡിലേക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യും. ഇനി മൂന്നാമത്തതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പോൾ ഒരു എൻവയോൺമെൻറ്റിൽ ഒന്നിലധികം മൈക്രോ ഹാബിറ്ററ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ
അപ്പോൾ ഇത് ഒരു ഓർഗാനിസത്തിനെ സംബന്ധിക്കുന്ന ഒരു ഗ്രാഫാണ്. ഇത് അടുത്ത ഒരു ഓർഗാനിസത്തിനെ സംബന്ധിക്കുന്ന ഒരു ഗ്രാഫാണെങ്കിൽ ഒന്നിലധികം പീക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള സെലക്ഷനെയാണ് നമ്മൾ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലൈസിങ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. സ്റ്റെബിലൈസിങ് സെലക്ഷൻ operates in an unchanging environment. Directional selection operates in a changing environment. If the environment has more than two habitat or one habitat, that type of selection is known as a disruptive selection. ഈ പിക്ചർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലെ ബയോ ഗ്യാസ് പ്ലാന്റിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിലെ ഒരു വലിയൊരു ടാങ്കാണ്. അപ്പോൾ ആ ടാങ്കിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ഡങ്ങും വാട്ടറും ഇൻപുട്ട് കൊടുക്കുന്ന ഒരു ഇൻലെറ്റ് ഇവിടെ ഉണ്ടാകും. അതുപോലെ ഇവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്കും ഈ ഗ്യാസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉയർന്നു വരുന്ന ഒരു കവറിങ് ടാങ്ക് ഇവിടെ ഉണ്ടാകും. ഇത് ഔട്ട്ലെറ്റ് സ്ലഡ്ജ് അല്ലെങ്കിൽ സ്ലറി പുറത്തേക്ക് എടുക്കുന്ന ഔട്ട്ലെറ്റ് ഉണ്ടാകും. അപ്പോൾ ഈ ടാങ്കിൽ നിന്നും ബയോഗ്യാസ് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റിൻ്റെ പിക്ചർ ഇതുണ്ടാകും. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ പിക്ചർ മലേറിയ എന്ന ഡിസീസ് ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പാരസൈറ്റിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ പിക്ചറാണ്. ഇറ്റ് ഈസ് എ ഡൈജനറ്റിക് പാരസൈറ്റ്. 2 ഹോസ്റ്റ് വേണം. അനോഫിലസ് മൊസ്കിറ്റോയും ഹ്യൂമൻ ബീയിങ്സുമാണ് അതിൻ്റെ 2 ഹോസ്റ്റ്. അപ്പോൾ ഈ അനോഫിലസ് മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻഡിനകത്ത് മലേറിയൽ പാരസൈറ്റ് കാണുന്ന ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് സ്പോറോസോയിറ്റ്. സലൈവറി ഗ്ലാൻഡിനകത്ത് സ്പോറോസോയിറ്റ് സ്റ്റേജിലാണ് കാണുക. അപ്പോൾ ഈ സ്പോറോസോയിറ്റ്സ് മൊസ്കിറ്റോ ബൈറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമൻ ബ്ലഡിലേക്ക് കടക്കുകയും അത് അറ്റ് ഫസ്റ്റ് ബ്ലഡിൽ കൂടെ അത് ലിവർ സെൽസിലെത്തുകയും ലിവർ സെൽസിൽ വെച്ച് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് ലിവർ സെൽസിനെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ പുറത്തേക്ക് വരുന്ന ഈ പാരസൈറ്റ്സ് പ്ലാസ്മോഡിയം അത് RBCക്കകത്താണ് അടുത്ത് പ്രവേശിക്കുന്നത്. അപ്പോൾ RBCക്കകത്ത് വീണ്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് RBCയെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരികയും വീണ്ടും അടുത്ത് പുതിയ RBCയെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത് RBCയെ അറ്റാക്ക് ചെയ്തിട്ട് ആ RBCയിൽ റീപ്രൊഡക്ഷൻ നടന്ന് പുറത്തേക്ക് വരുമ്പോൾ അതിൽ മെയിൽ സെൽസും ഫീമെയിൽ സെൽസും ഉണ്ടാകും. മെയിൽ ഗമീറ്റ്സും ഫീമെയിൽ ഗമീറ്റ്സും കാണുന്നത് കൊണ്ട് അതിനെ ഗമീറ്റോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ആടിനെ വീണ്ടും മൊസ്കിറ്റോ കടിക്കുമ്പോഴത്തേക്കും മൊസ്കിറ്റോയുടെ ഗട്ടിനകത്തേക്ക് അതിൻ്റെ സ്റ്റൊമക്കിലേക്ക് ഈ മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് എത്തുകയും സ്റ്റൊമക്കിൽ വെച്ചത് ഫെർട്ടിലൈസേഷൻ നടന്ന് അതിൽ നിന്നും സ്പോറോസോയിറ്റ്സ് ഉണ്ടാകും. ഈ സ്പോറോസോയിറ്റ്സ് മൈഗ്രേറ്റ് ചെയ്തിട്ട് സലൈവറി ഗ്ലാൻഡിലേക്ക് പോകുന്നു. ഈ രീതിയിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. സ്പോറോസോയിറ്റ്സ്, സലൈവറി ഗ്ലാൻഡ്, ഹ്യൂമൻ ബ്ലഡ്, ബ്ലഡ് ടു ലിവർ സെൽസ്, ലിവർ സെൽസ് ടു RBC bursting male and female gametocytes, then fertilization takes place within the stomach of mosquito. Then it migrates as sporozoite stage to the salivary gland. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെങ്കിൽ ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ പിക്ചറാണ്. ഒരു ആൻറ്റിബോഡി മോളിക്യൂളിന് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാകും. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനുമാണ് ഉണ്ടാവുക. ഈ ഹെവി ചെയിനുകളെ തങ്ങളിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഹെവി ചെയിനിൻ്റെ ഉള്ളിലായിട്ടും ഡൈസൾഫൈഡ് ബോണ്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വൈ ഷേപ്പ് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഈ പോർഷന് ഇതിൻ്റെ സ്റ്റെം എന്നും ഈ പോർഷന് ഇതിൻ്റെ പ്രോങ് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രോങ്ങിലാണ് ആൻറ്റിജൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന റീജിയൺ ഇവിടെ കാണുന്നത്. ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് കാണുന്നത് ഈ റീജിയണിലാണ്. പ്രോങ് എന്ന് പറയുന്ന റീജിയണിലാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ് നടക്കുന്ന റീജിയൻ. ഈ പിക്ചറിൽ കാണുന്നത് എയ്ഡ്സ് ഉണ്ടാക്കുന്ന HIV വൈറസ് അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ്റെ ഒരു ചാർട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ്
ഉള്ള കാറ്റഗറിയാണ് റിട്രോവൈറസ്. എയ്ഡ്സ് വൈറസ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് റിട്രോവൈറസ്. ഇതൊരു RNA വൈറസ് ആണ്. അപ്പോൾ ഈ വൈറസ് ശരീരത്തിനകത്തേക്ക് കടന്നാൽ അത് അനിമൽ സെല്ലിൻ്റെ പിക്ചറാണ് ഈ മൊത്തത്തിലായിട്ട് കാണുന്നത്. അത് മാക്രോഫേജസ് ആകാം, ഹെൽപ്പർ സെൽസ് ആകാം. അപ്പോൾ ഈ WBCസിനകത്തേക്ക് ഇതിൻ്റെ RNA കോറിനെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ് ആദ്യഘട്ടം. ഈ വൈറസിൻ്റെ RNA സെല്ലിനകത്തേക്ക് കടന്നാൽ ഈ വൈറസിൻ്റെ RNA അടുത്ത് DNA ആയിട്ട് മാറുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഒരു എൻസൈമാണ്. ദാറ്റ് ഈസ് RNAയെ DNA ആക്കി മാറ്റുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അപ്പോൾ വൈറൽ DNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ ഈ DNA അടുത്ത് സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് കടന്നിട്ട് ആ ന്യൂക്ലിയസിലുള്ള DNAയുടെ ഭാഗമായിട്ട് മാറുന്നു. വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ഇൻറ്റു ഹോസ്റ്റ് ജീനോം. അപ്പോൾ ഈ DNAയുടെ ഭാഗമായി കഴിഞ്ഞാൽ ന്യൂ വൈറൽ RNA ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇൻഫെക്റ്റഡ് സെൽസ്. ആ DNAയിൽ നിന്നും വൈറൽ RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈറൽ RNAയെ പ്രോട്ടീൻ കോട്ട് കൊണ്ട് കവർ ചെയ്യുമ്പോഴത്തേക്കും പുതിയ റിട്രോവൈറസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഓരോ മാക്രോഫേജസും അല്ലെങ്കിൽ ഓരോ ഹെൽപ്പർ സെൽസും വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഫാക്ടറികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈറൽ RNA സെല്ലിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു. RNA റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉപയോഗിച്ചുകൊണ്ട് വൈറൽ DNA ആയിട്ട് മാറുന്നു. വൈറൽ DNA ഈ സെല്ലിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇൻകോർപ്പറേറ്റ് ഇൻറ്റു ഹോസ്റ്റ് ജീനോം. ദിസ് വൈറൽ DNA ഇതിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും വൈറൽ RNA ട്രാൻസ്ക്രിപ്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ വൈറൽ RNAയെ പ്രോട്ടീൻ കോട്ട് കൊണ്ട് കവർ ചെയ്യുകയും അങ്ങനെ പുതിയ വൈറസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പൈ ഡയഗ്രമാണ്. ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ബയോഡൈവേഴ്സിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കാണാൻ നമുക്ക് ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ്. ബാക്കി മൊളുസ്കൻസ്, ക്രസ്റ്റേഷ്യൻസ്, അതർ ഗ്രൂപ്പ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി വെർട്ടിബ്രേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ളത് ഫിഷസിലാണ്. മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ആംഫീബിയൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിലാണെങ്കിൽ ഏറ്റവും ബയോഡൈവേഴ്സിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസും ഫംഗസുമാണ്. അപ്പോൾ ഈ ഒരു റീജിയൺസ് ഓർമ്മിക്ക് വയ്ക്കുക. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഇൻസെക്ട്സ് ആണ്, വെർട്ടിബ്രേറ്റ്സിൽ ഫിഷസ് ആണ്, പ്ലാന്റ്സിൽ ആൻജിയോസ്പേംസും ഫംഗസുമാണ്. ഇത് ബയോഡൈവേഴ്സിറ്റിയിലെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ ഏരിയയും വൈ ആക്സിസിൽ സ്പീഷീസ് റിച്ച്നെസ്സും നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലി വാല്യൂസിനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫായിരിക്കും കിട്ടുന്നത്. ഒരു റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള ഷേപ്പിലുള്ള ഒരു ഗ്രാഫായിരിക്കും കിട്ടുക. എന്നാൽ ഈ വാല്യൂസിൻ്റെ ലോഗരിതമിക് വാല്യൂസ് എടുത്താണ് നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇവിടെ ഒരു സ്പീഷീസ് റിച്ച്നെസ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ. ലോഗ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, എ എന്ന് പറയുന്നത് ഏരിയ, ഇസഡ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഓർ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്, സി ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എസ് സ്പീഷീസ് റിച്ച്നെസ്, സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്, ഇസഡ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഓർ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്, ആൻഡ് സി ഇസ് ഈക്വൽ ടു വൈ ഇൻ്റർസെപ്റ്റ് വാല്യൂ, എ ഇസ് ഈക്വൽ ടു ഏരിയ. അപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാധാരണ രീതിയിൽ ഒരു ചെറിയ ഏരിയയുടെയൊക്കെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഇസഡിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഈ ലൈനിൻ്റെ സ്ലോപ്പ്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ 0.1നും 0.2നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. എന്നാൽ നമ്മളൊരു വലിയൊരു ഏരിയ, ഒരു കോണ്ടിനെൻറ്റിലേക്ക് ഒരു സ്പീഷീസ് റിച്ച്നെസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 0.6നും 1.2നും ഇടയിലായിരിക്കും. 0.6നും 1.2നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് സാധാരണ രീതിയിൽ കിട്ടുക.